2007 ഡിസംബർ 30 ലോകം മുഴുവൻ പുതുവർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മലപ്പുറം ജില്ലയിലെ ചേലമ്പ്ര എന്ന ചെറിയ ഗ്രാമവും ആ ആഘോഷത്തിമിർപ്പിൽ ഉറങ്ങാൻ കിടന്നു. പക്ഷേ ആരും അറിഞ്ഞിരുന്നില്ല, ആ രാത്രി ആ ഗ്രാമത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഇരുണ്ട അധ്യായം എഴുതാൻ പോവുകയാണെന്ന്. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ കേരളം കേട്ടത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ചേലമ്പ്ര സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൽ വൻ കവർച്ച. വെറും കവർച്ചയല്ല, സിനിമാ കഥകളെ വെല്ലുന്ന ആസൂത്രണ മികവിനാൽ ബാങ്കിൻ്റെ തറ തുറന്ന് ലോക്കറുകൾ തകർത്ത് കൊണ്ടുപോയത് ആ പ്രദേശത്തിലെ ജനങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഭാഗമായി പണയം വയ്ക്കേണ്ടി വന്ന കെട്ടുതാലി അടക്കം വരുന്ന ഏതാണ്ട് 80 കിലോ സ്വർണവും 25 ലക്ഷം രൂപയുമാണ്. ഇന്നത്തെ വിപണി വില നോക്കിയാൽ അത് എത്ര കോടി രൂപ വരുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പോലീസിനെ വട്ടം കറക്കിയ ഇന്ത്യൻ മണി ഹൈറ്റ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കവർച്ച എങ്ങനെ നടന്നു? ആരായിരുന്നു അതിനു പിന്നിൽ? ഒരു വിരലടയാളം പോലും ബാക്കി വയ്ക്കാതെ രക്ഷപ്പെട്ട പ്രതികളെ കേരള പോലീസ് എങ്ങനെയാണ് വെറും 56 ദിവസം കൊണ്ട് പിടിച്ചത്? നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പരിശോധിക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ചേലമ്പ്ര എന്ന ഗ്രാമത്തിൽ നടന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയെക്കുറിച്ചാണ്. ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്ത് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഏതൊരു കുറ്റകൃത്യത്തിനു പിന്നിലും ഒരു ബുദ്ധി കേന്ദ്രമുണ്ടാകും. ചേലമ്പ്ര ബാങ്ക് കവർച്ചയുടെ കാര്യത്തിൽ അത് വളരെ തന്ത്രപരമായി പ്ലാനും പദ്ധതിയും മറ്റെല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തത് ജോസഫ് എന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് ഈ ചേലമ്പ്ര ബാങ്ക് കവർച്ചയുടെ ആസൂത്രകനും ഒന്നാം പ്രതിയുമായ ജോസഫിൽ നിന്ന് തന്നെ ഈ കഥ തുടങ്ങാം. ജോസഫ് എങ്ങനെയാണ് ചേലമ്പ്ര ബാങ്ക് കവർച്ചയിലേക്ക് എത്തപ്പെട്ടത് എന്നറിയാൻ ജോസഫിൻ്റെ ജീവിതത്തിൽ കൂടി തന്നെ സഞ്ചരിക്കണം. ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രസകരമായ മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ, ജോസഫ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പരിചയപ്പെടുന്ന ആരെങ്കിലും പേര് ചോദിച്ചാൽ അദ്ദേഹം തൻ്റെ യഥാർത്ഥ പേര് പറയാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. പകരം ജെയ്സൺ എന്നും ജോമോൻ എന്നും ബാബു എന്നിങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളിലായിരുന്നു അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. അതിനൊരു കാരണമുണ്ട്. കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്ത് ഉള്ളനാടെന്ന ചെറിയൊരു ഗ്രാമത്തിൽ ദരിദ്ര മാതാപിതാക്കളുടെ 3 മക്കളിൽ രണ്ടാമത്തവനായി ജനിച്ച ജോസഫിന് രക്ഷിതാക്കളുടെ സംരക്ഷണതയിലുള്ള ഒരു കുട്ടിയായി വളരാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവരുടെ പിതാവ് തോമസും അമ്മ ഏലിക്കുട്ടിയും അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാതാപിതാക്കളുടെ മരണം കാരണം ജോസഫിന് വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നു. അവൻ്റെ 2 സഹോദരിമാരും ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞുപോയി. പിന്നെ അവൻ്റെ ജീവിതവും അതിജീവനവും തെരുവുകളിലെ ചില സുഹൃത്ത് ബന്ധങ്ങളിലൂടെയായിരുന്നു. അങ്ങനെയിരിക്കെ ജോസഫിന് 18 വയസ്സാകുന്നു. ആ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ അവനും സുഹൃത്തുക്കൾക്കും കാശുണ്ടായിരുന്നില്ല. നാടൊന്നാകെ പടക്കം പൊട്ടിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന കണ്ട ജോസഫ് തൻ്റെ 18ാമത്തെ വയസ്സിൽ ആദ്യ മോഷണം നടത്തുന്നു. ഒരു പടക്കക്കട മോഷണം നടത്തിയ അവൻ നേരം പുലരുവോളം തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ആ മോഷ്ടിച്ച പടക്കം പൊട്ടിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. താൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ പടക്കം പൊട്ടിച്ച് ചിരിച്ച് രസിക്കുന്ന തൻ്റെ സുഹൃത്തുക്കളുടെ മുഖം കണ്ട ജോസഫിന് താൻ ലോകത്തിലെ എന്തോ വലിയ പ്രവൃത്തി ചെയ്ത ധീരനായ രാജാവിനെ പോലെ അവന് സ്വയം തോന്നി. എന്നാൽ പിറ്റേ ദിവസം തന്നെ ജോസഫ് പോലീസ് പിടിയിലാവുകയും മോഷണക്കുറ്റത്തിന് 1 വർഷം തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവന് നല്ല സുഹൃത്ത് ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഉപജീവന മാർഗത്തിനായി കൂലിവേലകൾ ചെയ്തു. തുടർന്ന് അവൻ്റെ ദുഷിച്ച കൂട്ടുകെട്ടിൻ്റെ ബലത്തിൽ ചാരായക്കടത്ത്, വണ്ടി മോഷണം, അങ്ങനെ 1994 പോലീസ് ജോസഫിനെതിരെ 12 കുറ്റങ്ങൾ കൂടി ചുമത്തപ്പെട്ടു. എന്നാൽ അത്തവണ പോലീസ് പിടിയിൽ നിന്ന് തന്ത്രപരമായി അവൻ രക്ഷപ്പെട്ട് ഒളിവിൽ പോയി. എന്നാൽ ഒളിവിൽ പോയ ആ സമയത്തും നാടൻതോക്ക് നിർമ്മാണം പോലുള്ള മറ്റ് പല കേസുകളിലും ജോസഫ് പ്രതിയാകപ്പെടുന്നു. അങ്ങനെയിരിക്കെ 1996 തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് വെച്ച് ജോസഫ് പോലീസിൻ്റെ പിടിയിലായി. നിരവധി ജില്ലകളിലായി നിരവധി കേസുകളിൽ പ്രതിയായ ജോസഫിനെ തൃശ്ശൂരിലെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ അയക്കുന്നു. സ്ഥിരം കുറ്റവാളികളെ ദീർഘകാലത്തേക്ക് പാർപ്പിക്കുന്ന കേരളത്തിലെ പ്രധാന അതിസുരക്ഷാ സെല്ലുകളിൽ ഒന്നാണത്. അങ്ങനെ 1996 മുതൽ 2000 വരെയുള്ള തുടർന്നുള്ള 4 വർഷങ്ങൾ ജോസഫ് ആ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നു. ഈ കാലയളവിൽ ജയിലിൽ വച്ച് ജോസഫിന്
തനിക്ക് പറ്റിയ ഷിബു, സൈനുദ്ദീൻ എന്നീ സുഹൃത്തുക്കളെ ലഭിക്കുന്നു. 2000 ജാമ്യത്തിലിറങ്ങിയ ജോസഫ് 2 മാസങ്ങൾക്ക് ശേഷം ഷിബുവിന് ജാമ്യമെടുത്ത് പുറത്തിറങ്ങാൻ സഹായിക്കുന്നു. ജോസഫിൻ്റെ ഈ പ്രവൃത്തി ഷിബുവിന് അവനോടുള്ള കൂറ് വർദ്ധിപ്പിച്ചു. പിന്നീടങ്ങോട്ട് ജോസഫും ഷിബുവും പിരിയാൻ കഴിയാത്ത ഉറ്റ സുഹൃത്തുക്കളായി മാറുന്നു. നഗരം ചുറ്റി കറങ്ങുകയും മദ്യപിക്കുന്നതും മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും അവർ ഒരുമിച്ചായിരുന്നു. മോഷ്ടിച്ച ഒരു മാരുതി 800 കാറിലായിരുന്നു അവരുടെ സഞ്ചാരം. പലപ്പോഴും കാറിനുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിത്തറകളിലോ ആയിരുന്നു അവർ ഉറങ്ങിയിരുന്നത്. പിന്നീടുള്ള അവരുടെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്ക് അവർ ഒരുമിച്ചായിരുന്നു സഞ്ചരിച്ചിരുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഒരു മാരുതി വാൻ മോഷ്ടിച്ച് അവർ ചാരായ കടത്തുകാർക്ക് വിറ്റു. ഭാഗ്യം കൂടെയുണ്ടെന്ന് തോന്നിയപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചു. തുടർന്ന് പാലായിൽ നിന്ന് മറ്റൊരു വാഹനം കൂടി മോഷ്ടിച്ചു. എന്നാൽ ഇത്തവണ ഒരു ചെക്ക് പോസ്റ്റിൽ വച്ച് പോലീസ് അവരെ പിടികൂടി. അങ്ങനെ 2000 തന്നെ അവർ വീണ്ടും ജയിലിലായി. ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നു. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം 2003 ജയിൽ മോചിതനായപ്പോൾ കുറ്റകൃത്യങ്ങൾ നടത്തി നല്ല രീതിയിൽ ജീവിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് ജോസഫിൻ്റെ ഇളയ സഹോദരി തൻ്റെ ജ്യേഷ്ഠൻ എപ്പോഴും ഇങ്ങനെ കേസും ജയിലുമായി കഴിയാതിരിക്കാൻ നല്ല ഉപദേശങ്ങൾ നൽകി ജോസഫിനെയും ഷിബുവിനെയും കാഞ്ഞിര പള്ളിയിലേക്ക് ഒരാഴ്ചത്തെ ധ്യാനത്തിലേക്ക് കൊണ്ടുപോയി. ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് ഷിബുവിന് അവൻ്റെ പഴയ ഒരു പരിചയക്കാരനെ അവിടെ വച്ച് കാണാൻ കഴിഞ്ഞു. അവൻ്റെ പേര് അനീഷ് എന്നായിരുന്നു. ആ അനീഷിൻ്റെ പിതാവ് ഭിന്നശേഷിക്കാർക്കായി സാന്ത്വനം ചാരിറ്റി ട്രസ്റ്റ് നടത്തുകയായിരുന്നു. അങ്ങനെ ആ അനീഷിൻ്റെ കെയർ ഓഫിൽ ഷിബുവിന് ആ സാന്ത്വനം ട്രസ്റ്റിൽ ജോലി കിട്ടി. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനായി സംഭാവനകൾ പിരിക്കുവാനുള്ള ചുമതലക്കാരനായി ജോസഫിനും അവിടെ ജോലി ലഭിക്കുന്നു. ആ 2 സുഹൃത്തുക്കൾക്കും ഒരേ സ്ഥലത്ത് തന്നെ ജോലി കിട്ടിയതിൽ അവർ വളരെ സന്തോഷിച്ചിരുന്നു. അങ്ങനെയിരിക്കെ 2004 ജോലി ഒഴിവുള്ള ഒരു വാരാന്ത്യത്തിൽ അവധി ആഘോഷിക്കാൻ ജോസഫും ഷിബുവും പാലക്കാട് മലമ്പുഴയിലേക്ക് പോകുന്നു. അവിടെ ഒരു ഹോട്ടലിൽ ബൊഫെ കഴിക്കാൻ ക്യൂ നിൽക്കുന്ന സമയത്ത് അവിടെ വച്ച് ഒരു 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ ഷിബുവിനെ കണ്ടപ്പോൾ മാമനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊരു അഭിപ്രായം പറയുന്നു. അവൻ്റെ സ്മാർട്ട്നെസ് ഇഷ്ടപ്പെട്ട ജോസഫും ഷിബുവും ആ പയ്യനോട് കുശലാന്വേഷണങ്ങൾ സംസാരിക്കവേ ആ പയ്യൻ്റെ മാതാപിതാക്കൾ അവരുടെ അടുത്തേക്ക് വന്നു. അവർ പരസ്പരം പരിചയപ്പെട്ടു. ആ പയ്യൻ്റെ അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ, അമ്മ കനകേശ്വരി. തങ്ങൾ കോഴിക്കോട്ടുകാരാണ്. തങ്ങൾ തങ്ങളുടെ മകൻ്റെ സിനിമാ ഷൂട്ടിങ്ങിനായി ബന്ധപ്പെട്ട് ഇവിടേക്ക് വന്നതാണ് എന്നവർ പറയുന്നു. ജോസഫും ഷിബുവും ആശ്ചര്യപ്പെട്ടു. ഈ പയ്യൻ സിനിമയിൽ അഭിനയിക്കുന്നവനാണോ? ഏത് സിനിമയാണെന്ന് അവർ ആകാംക്ഷയോടെ ചോദിച്ചു. വിനയൻ സംവിധാനം ചെയ്യുന്ന അത്ഭുത ദ്വീപ് എന്ന സിനിമയിലെന്ന് അവർ മറുപടി പറഞ്ഞു. രാധാകൃഷ്ണനും ഷിബുവും വളരെ വേഗം സൗഹൃദത്തിലായി. അവർ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറി. എന്നാൽ അത് അവിടം കൊണ്ട് നിന്നില്ല. ഷിബുവിനോട് ആ ദമ്പതികൾ വളരെ സ്നേഹത്തോടെ പെരുമാറിയതിനാൽ തന്നെ അവൻ അവരെ ഒരു കുടുംബാംഗങ്ങളെപ്പോലെ കണ്ടു. അവൻ ഇടയ്ക്കിടെ അവരെ വിളിക്കുകയും ഷിബു കോഴിക്കോട്ടെ അവരുടെ വീട് സന്ദർശിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിൽ പരമപ്രധാനമായ ഒരു കാര്യം എന്തെന്ന് വച്ചാൽ വിധി വിചിത്രമായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതായത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ചേലമ്പ്ര ബാങ്ക് കവർച്ചയിൽ 1, 2, 3, 4 പ്രതികളാകാൻ പോകുന്നവരുടെ കണ്ടുമുട്ടലായിരുന്നു അന്ന് ആ മലമ്പുഴയിൽ സംഭവിച്ചത്. ഇനി കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ ഷിബുവിൻ്റെയും ജോസഫിൻ്റെയും ജീവിതത്തിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുകയാണ്. ഷിബുവിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. സാന്ത്വനം ചാരിറ്റി ട്രസ്റ്റിൻ്റെ പാവപ്പെട്ടവർക്കുള്ള ഒരു കെട്ടിട നിർമ്മാണ പ്രോജക്റ്റിനുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു അവൻ. അവിടെ വെച്ച് ട്രസ്റ്റിൻ്റെ വാഹനം മറിഞ്ഞ് ഷിബുവിൻ്റെ കാലൊടിഞ്ഞു. ഈ ഒരു സമയത്ത് അവന് തങ്ങാൻ ഒരു ഇടം നൽകി അവനെ പരിചരിച്ചത് മലമ്പുഴയിൽ വച്ച് അന്ന് പരിചയപ്പെട്ട കോഴിക്കോട്ടുകാരായ രാധാകൃഷ്ണനും കനകേശ്വരിയുമായിരുന്നു. അവൻ അവിടെ 1 വർഷത്തോളം കാലം അവരോടൊപ്പം താമസിച്ചു. ഇതേസമയം ജോസഫ് സാന്ത്വനം ട്രസ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ ആ ട്രസ്റ്റിൻ്റെ ഉടമയുടെ മകളുമായി, അതായത് അനീഷിൻ്റെ സഹോദരി അനീറ്റയുമായി പ്രണയത്തിലാവുകയും 2006 ഒക്ടോബർ 30 ചങ്ങനാശ്ശേരി ന്യൂ ജെറുസലേം പള്ളിയിൽ വെച്ച് അവരുടെ വിവാഹവും നടക്കുന്നു. വിവാഹ സർട്ടിഫിക്കറ്റിൽ വരൻ്റെ പേര് ജോസഫ് തോമസ് എന്നും വിളിപ്പേര് ജെയ്സൺ എന്നും ചേർത്തു. ഇതേസമയം ഷിബു സുഖം പ്രാപിച്ചു വരികയായിരുന്നു. അവനിപ്പോൾ രാധാകൃഷ്ണൻ്റെയും കനകേശ്വരിയുടെയും സഹായിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കനകേശ്വരിയുടെ സ്കോർപിയോ കാർ അവനാണ് ഓട്ടിക്കുന്നത്. ചിലപ്പോൾ കാർ വാടകയ്ക്കും കൊടുക്കാറുണ്ട്. ജോസഫ് പലപ്പോഴും തൻ്റെ ആവശ്യങ്ങൾക്കായി ഈ കാർ വാടകയ്ക്ക് എടുക്കാറുമുണ്ടായിരുന്നു.
അങ്ങനെ അവർ എല്ലാവരും വളരെ സൗഹൃദത്തോടെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ജോസഫിൻ്റെ മനസ്സ് അസ്വസ്ഥനായിരുന്നു. താൻ ഒരു വിവാഹം കഴിച്ചിരിക്കുകയാണ്. തനിയെ ജീവിക്കുന്നതിനേക്കാൾ ഇപ്പോൾ കുറേ കൂടി ജീവിതത്തിൽ ഉത്തരവാദിത്തം വന്നിരിക്കുന്നു. ആയതിനാൽ തന്നെ തൻ്റെ വരുമാനത്തിൽ ജോസഫിന് ആശങ്കയുണ്ടായിരുന്നു. ഇത്തരം ചിന്തയിൽ ആകുലപ്പെട്ടിരുന്ന ജോസഫിൻ്റെ മനസ്സിലേക്ക് ധൂം എന്ന ഹിന്ദി സിനിമയുടെ ചില ചിന്തകൾ കടന്നു വരികയാണ്. അതിലെ നായകൻ തന്ത്രപരമായി കൊള്ളയടിക്കുന്നു. ആ പണം കൊണ്ട് ലൈഫ് സെറ്റിലായി ഹീറോയായി ജീവിക്കുന്നു. ജോസഫ് അത് മനസ്സിൽ ഉറപ്പിച്ചു. സാമ്പത്തികമായി സെറ്റിലാകാൻ വലിയൊരു കവർച്ച നടത്തണം. അത് ഒരിക്കലും പിടിക്കപ്പെടാനും പാടില്ല. ജീവിതത്തിൽ അവസാനമായി നടത്തുന്ന മോഷണമായിരിക്കണം അത്. അങ്ങനെ ഇരിക്കെയാണ് ജോസഫ് മുമ്പ് ജയിലിലായിരുന്ന സമയത്ത് പരിചയപ്പെട്ട സൈനുദ്ദീനെ കാണുന്നത്. ആ ഒരു സന്തോഷത്തിൽ ജോസഫും ഷിബുവും സൈനുദ്ദീനും ചേർന്നൊരു മദ്യസൽക്കാരം നടത്തുന്നു. ഈ ഒരു സമയത്ത് ജോസഫ് തൻ്റെ ആ ഒരു ആശയം അവരോട് പങ്കുവയ്ക്കുകയാണ്. നമുക്കെല്ലാവർക്കും പണത്തിന് ആവശ്യമുണ്ട്. ജീവിതത്തിൽ വലിയൊരു റിസ്ക് എടുത്ത് ഒരുപാട് പണം സമ്പാദിക്കണം. ഇത് കേട്ട ഷിബു പറഞ്ഞു, ഇനിയും വലിയൊരു കെണീറ്റെന്ന് ചാടണോ? ഇപ്പോഴുള്ള സമാധാനം കളയാതെ ജീവിച്ചാൽ പോരെ? അപ്പോൾ ജോസഫ് പറഞ്ഞു, പണമുള്ളപ്പോൾ കിട്ടുന്ന സമാധാനം പണമില്ലാത്തപ്പോൾ ഉണ്ടാകില്ല. കാര്യങ്ങൾ കുറെ കൂടി ഗൗരവമായി ചിന്തിക്കൂ. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ മോഷണമായിരിക്കണം. ഈ ഒരു മോഷണത്തോടെ നമ്മൾ എല്ലാവരും ലൈഫ് ടൈം സെറ്റിലാകണം. അതിന് വീടുകളോ സ്ഥാപനങ്ങളോ കൊള്ളയടിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഒരു ബാങ്ക് തന്നെ കൊള്ളയടിക്കണം. അത് പിന്നീട് ഒരു കാരണവശാലും പിടിക്കപ്പെടാനും പാടില്ല. അതിനാൽ ഈ വിഷയം ഒരിക്കലും പുറത്താരും അറിയാനും പാടില്ല. എല്ലാം വളരെ ഗൗരവമായി തന്നെ നമ്മൾ ഇതിനെ കാണണം. ജോസഫിൻ്റെ ആ ഒരു കോൺഫിഡൻസ് കണ്ട് ഷിബുവും സൈനുദ്ദീനും അത് സമ്മതിച്ചു. പിടിക്കപ്പെടാതിരുന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ജീവിതം തന്നെ മാറും. ഇതുവരെയും കിട്ടാതിരുന്ന സൗഭാഗ്യങ്ങളെല്ലാം ആ പണം കൊണ്ടുണ്ടാകും. എല്ലാവരും വളരെ ആവേശത്തിലായി. എന്ത് സഹായത്തിനും തന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് സൈനുദ്ദീൻ മടങ്ങി. ബാങ്ക് മോഷണത്തിൻ്റെ ആശയം ജോസഫിൻ്റേതായിരുന്നു. എന്നാൽ ആ ജോസഫിൻ്റെ വിശ്വസ്തനായ വലങ്കയായിരുന്നു ഷിബു, എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നവൻ. ജോസഫും ഷിബുവും പിന്നെ തിരഞ്ഞിറങ്ങിയത് അവർക്ക് കവർച്ച നടത്താൻ അനുയോജ്യമായ ബാങ്ക് തിരഞ്ഞായിരുന്നു. അതിന് അവർക്ക് യാത്ര ചെയ്യാൻ ഒരു ബൈക്ക് ആവശ്യമായിരുന്നു. ഷിബു നേരെ രാധാകൃഷ്ണനോടും കനകേശ്വരിയോടും ചെന്ന് ബൈക്ക് ചോദിച്ചു. ജോസഫിന് ഒരു ബിസിനസ് തുടങ്ങാൻ കട നോക്കി പോകാനായിരുന്നു എന്നായിരുന്നു ഷിബു അവരോട് പറഞ്ഞിരുന്നത്. ഈ ജോസഫിൻ്റെ തലയിൽ എപ്പോഴും ഓരോ ബിസിനസ് ഐഡിയകളാണല്ലോ എന്ന് പറഞ്ഞ് രാധാകൃഷ്ണൻ ബൈക്കിൻ്റെ താക്കോല് ഷിബുവിന് നൽകുന്നു. ജോസഫും ഷിബുവും കോഴിക്കോടും മലപ്പുറം ഹൈവേയിലൂടെ യാത്ര തുടങ്ങി. ജോസഫിൻ്റെ ലക്ഷ്യം കൃത്യമായിരുന്നു. നഗരങ്ങൾക്ക് നടുവിലെ ബാങ്കുകളോ SBI, HDFC, ICICI എന്നിങ്ങനെയുള്ള പേരുകേട്ട വൻകിട പ്രമുഖ ബാങ്കുകളൊന്നും തന്നെ പാടില്ല. അവയ്ക്കൊക്കെ വലിയ സെക്യൂരിറ്റി ഉണ്ടാകും. അധികം തിരക്കില്ലാത്ത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി കുറഞ്ഞ ബാങ്ക് നോക്കിയായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. ആഴ്ചകളോളം അവർ പല റൂട്ടുകളിലായി കറങ്ങി നടന്നു. പക്ഷേ കണ്ട ബാങ്കുകളൊന്നും തന്നെ ജോസഫിന് തൃപ്തിയായിരുന്നില്ല. അങ്ങനെയിരിക്കെ 2007 ഒക്ടോബറിൽ ജോസഫും ഷിബുവും കൂടി ബൈക്കിൽ NH 66 വഴി കോഴിക്കോട് നിന്നും മലപ്പുറം കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് തങ്ങൾക്ക് അനുയോജ്യമായ ബാങ്കുകൾ കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ വ്യാപിപ്പിച്ചു. അങ്ങനെ അവർ ചേലമ്പ്ര എന്നറിയപ്പെടുന്ന ആ ചെറിയ ടൗണിലെത്തി. ആ ടൗണിലൂടെ ബൈക്ക് ഓടിച്ച് പോവുകയായിരുന്ന ഷിബുവിനോട് ബൈക്ക് നിർത്താൻ ജോസഫ് ആവശ്യപ്പെട്ടു. റോഡിൻ്റെ എതിർവശത്തേക്ക് വിരൽ ചൂണ്ടി ജോസഫ് ഷിബുവിനോട് പറഞ്ഞു, ദേ അങ്ങോട്ട് നോക്ക്. ഷിബു നോക്കിയപ്പോൾ അവിടെ സുഹൈബ എന്ന ബോർഡ് വെച്ച ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടു. ചായയും പലഹാരങ്ങളും ഭക്ഷണങ്ങളും കിട്ടുന്ന ഒരു സാധാരണ കട. ഷിബുവിന് ഒന്നും മനസ്സിലായില്ല. ഇതൊരു ഹോട്ടലല്ലേ എന്നവൻ ചോദിച്ചു. അല്ല, ആ ഹോട്ടലിൻ്റെ മുകളിലേക്കൊന്ന് നോക്ക് എന്ന് ജോസഫ് പറഞ്ഞു. ഷിബു തലയുയർത്തി നോക്കിയപ്പോൾ 1-ാം നിലയിൽ ഒരു ബോർഡ് കണ്ടു. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ചേലമ്പ്ര ബ്രാഞ്ച്. പിങ്ക് നിറത്തിലുള്ള കാര്യമായ എടുപ്പില്ലാത്ത ഒരു ഇരുനില കെട്ടിടം. താഴെ ഹോട്ടലും മുകളിൽ ബാങ്കും. കെട്ടിടത്തിൻ്റെ ഒരു വശത്ത് കുറ്റിക്കാടുകളും മരങ്ങളും നിറഞ്ഞ ഒഴിഞ്ഞ പറമ്പായിരുന്നു. ആ ബോർഡ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നത് ആരും അറിയുക പോലുമില്ല. ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലമെന്ന് ജോസഫ് ആവേശത്തോടെ ഷിബുവിനോട് പറഞ്ഞു. ബാങ്ക് കവർച്ച കഴിയുന്നതുവരെ ഇനി തന്നെ ജോസഫ് എന്ന് വിളിക്കരുതെന്നും ബാബു എന്ന് മാത്രമേ വിളിക്കാവൂ എന്നും ജോസഫ് ഷിബുവിനോട് പറഞ്ഞു.
ജോസഫ് അന്ന് രാത്രി തന്നെ ആ സ്ഥലം നിരീക്ഷിക്കാൻ ഒറ്റയ്ക്ക് വീണ്ടും അവിടേക്ക് വരുന്നു. രാത്രിയിൽ അവിടെ വെളിച്ചമില്ലെന്നും സെക്യൂരിറ്റി ഗാർഡുകൾ ഇല്ലെന്നും ജോസഫിന് മനസ്സിലാകുന്നു. ബാങ്കിലേക്കുള്ള ഗോവണിക്ക് മുകളിൽ ഒരു ഇരുമ്പ് ഗേറ്റ് ഉണ്ടെന്നും കാര്യമായ സുരക്ഷയില്ലെന്നും അയാൾക്ക് ബോധ്യപ്പെടുന്നു. അതിനുശേഷം ജോസഫ് ഒറ്റയ്ക്ക് പല ദിവസങ്ങളിലായി പല തവണ ചേലമ്പ്രയിലെ ഈ ബാങ്ക് പരിസരത്ത് വന്നിരുന്നു. ആ ബാങ്കിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് ചോദിക്കാനെന്ന വ്യാജേന ജോസഫ് ബാബു എന്ന കള്ളപ്പേരിൽ ബാങ്കിലേക്ക് പല തവണ കയറുകയും ലോക്കറുകളുള്ള സ്ട്രോങ് റൂം ഏത് ഭാഗത്താണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് വീട്ടിൽ ചെന്ന് അതൊരു പേപ്പറിൽ വരച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. അപ്പോഴാണ് ജോസഫിന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ലോക്കർ അടങ്ങിയ സ്ട്രോങ് റൂം ഇരിക്കുന്ന ഭാഗം താഴെ പ്രവർത്തിക്കുന്ന ഹോട്ടലിൻ്റെ ഏതാണ്ട് മുകൾ ഭാഗത്ത് തന്നെയാണ്. ആ ഹോട്ടലിനുള്ളിൽ നിന്ന് മുകളിലത്തെ സീലിംഗ് വാർപ്പിൽ ഒരു ഹോൾ ഉണ്ടാക്കിയാൽ ഈസിയായി ബാങ്കിൻ്റെ ലോക്കർ അടങ്ങിയ സ്ട്രോങ് റൂമിലേക്ക് എത്താമെന്ന് ജോസഫിന് മനസ്സിലായി. അത് ഒന്നുകൂടി സ്ഥിരീകരിക്കാനും ആ ഹോട്ടലിൻ്റെ പ്രവർത്തനം ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടി ജോസഫ് പിന്നെയും ആ ചേലമ്പ്രയിലെത്തുകയാണ്. ഇത്തവണ ജോസഫ് ആ സുഹേല ഹോട്ടലിൽ കയറി ഒരു ചായ കുടിക്കുന്നു. തുടർന്ന് തൻ്റെ പേര് ബാബു ആണെന്നും തൃശ്ശൂരിൽ തനിക്ക് വലിയ 2 റെസ്റ്റോറൻ്റ് ഉണ്ടെന്നും പറഞ്ഞ് ആ സുഹൈമ ഹോട്ടൽ നടത്തുന്ന മൊയ്തീൻ കുട്ടി ഹാജിയോട് അടുപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് ഇവിടെ എങ്ങനെയാ കച്ചവടമൊക്കെ ഉണ്ടോ എന്ന കുശലാന്വേഷണങ്ങളിലേക്ക് തിരിയുന്നു. മൊയ്തീൻ കുട്ടി ഹാജി പറഞ്ഞു, കച്ചവടം കുറവാണ്. ബിൽഡിംഗ് വാടകയും സ്റ്റാഫുകളുടെ കൂലിയും നടത്തിപ്പ് ചിലവും നോക്കിയാൽ മിച്ചമൊന്നും ഉണ്ടാകാറില്ല, നഷ്ടത്തിലാണ്. ഇതൊരു അവസരമായി കണ്ട ജോസഫ് പുതിയൊരു അടവിറക്കുകയാണ്. ഈ സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു. ഇതൊരു നാട്ടിൻ പ്രദേശമാണെങ്കിലും ധാരാളം യുവാക്കളുള്ള സ്ഥലം കൂടിയാണ്. ഇവിടെ ഷവർമയും ബർഗറും അൽഫാമും പോലുള്ള യുവാക്കളുടെ ട്രെൻഡിങ് ഫുഡ് കൂടി ഇറക്കി കടയൊന്ന് വിപുലീകരിച്ച് മോഡേൺ റെസ്റ്റോറൻ്റ് ആക്കിയാൽ നല്ല ചിലവുണ്ടാകും. ഞാൻ 2 റെസ്റ്റോറൻറ്റ് നടത്തുന്നത് കൊണ്ട് അതിൻ്റെ വശങ്ങളെല്ലാം എനിക്ക് നന്നായി അറിയാം. സമ്മതമാണെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പിൽ ഈ ഹോട്ടലിനെ വിപുലീകരിച്ച് റെസ്റ്റോറൻ്റ് ആക്കാം. ഇൻറ്റീരിയറിൻ്റെയും റെസ്റ്റോറൻറ്റ് വിപുലീകരണത്തിൻ്റെയും ചെലവ് ഞാൻ തന്നെ വഹിച്ചോളാം. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ഞാൻ നിങ്ങൾക്ക് തരാം. ആലോചിച്ച് ഒരു തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞ് ബാബു എന്ന കള്ളപ്പേരിൽ പരിചയപ്പെട്ട ജോസഫ് ആ സുഹൈമ ഹോട്ടലിൽ നടത്തുന്ന മൊയ്തീൻ കുട്ടി ഹാജിക്ക് ഒരു ഫോൺ നമ്പർ നൽകി. എന്നാൽ ഈ മൊബൈൽ നമ്പർ ജോസഫിൻ്റെ ഐഡൻറ്റിറ്റി പതിയാത്ത ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാത്രം സംഘടിപ്പിച്ച ഫോൺ നമ്പറായിരുന്നു. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം മൊയ്തീൻ കുട്ടി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു. സ്വയം ഹോട്ടൽ നടത്തി നഷ്ടത്തിൽ പോയി കടം കയറുന്നതിനേക്കാൾ നല്ലത് ഹോട്ടൽ നിർത്തുന്നതാണ് എന്ന് മൊയ്തീൻ കുട്ടി തീരുമാനിക്കുന്നു. അങ്ങനെ മൊയ്തീൻ കുട്ടി ബാബു എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടിരുന്ന ജോസഫിനെ വിളിച്ച് താൻ ഹോട്ടൽ നിർത്തുകയാണെന്നും താങ്കൾക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ് നടത്താൻ താല്പര്യമാണെങ്കിൽ ആ വിവരം താൻ കെട്ടിട ഉടമയെ അറിയിക്കാമെന്നും പറയുന്നു. ജോസഫ് അത്ഭുതപ്പെട്ടു. താൻ വിചാരിച്ചതിനേക്കാൾ വളരെ ഈസി ആയിട്ടാണല്ലോ കാര്യങ്ങൾ തനിക്ക് അനുകൂലമാകുന്നത്. അങ്ങനെ മൊയ്തീൻ കുട്ടി ആ കെട്ടിട ഉടമയായ കുഞ്ഞിദീൻ കുട്ടി ഹാജിയെ സമീപിച്ചു. ഒപ്പം ബാബു എന്ന കള്ളപ്പേരിൽ ജോസഫും ഉണ്ടായിരുന്നു. അവർ വാടക കരാർ പുതുക്കി. അഡ്വാൻസായി 50,000 രൂപയും ദിവസം തോറും 300 രൂപയും വാടക എന്നതായിരുന്നു കരാർ. ഇനി ജോസഫിന് അഡ്വാൻസ് കൊടുക്കാനുള്ള 50,000 രൂപ കണ്ടെത്തണം. മറ്റു വഴികളില്ലാതെ ബാങ്ക് കവർച്ചയുടെ ഈ കാര്യം ജോസഫ് രാധാകൃഷ്ണനോടും കനകേശ്വരിയോടും രഹസ്യമായി അവതരിപ്പിക്കുന്നു. ഇപ്പോൾ കിട്ടിയത് നല്ല ചാൻസാണെന്നും കിട്ടുന്ന പണം തുല്യമായി പങ്കിടാമെന്ന് ജോസഫ് പറഞ്ഞപ്പോൾ കനകേശ്വരിയുടെ മനസ്സിലും ഒരു മോഹമുദിച്ചു. അങ്ങനെ കനകേശ്വരി മാനാഞ്ചിറയിലെ മുത്തൂറ്റ് ബാങ്കിൽ 2007 ഡിസംബർ 19 അവൾ അവളുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് 12,500 രൂപയും 8,500 രൂപയും വീതം 2 വായ്പകൾ എടുത്ത് 21,000 രൂപ കനകേശ്വരി ഷിബുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ബാക്കി പണം ഷിബുവും ജോസഫും പലരിൽ നിന്നും കടം വാങ്ങി. ഇങ്ങനെ ഒറ്റക്കെട്ടായി പണം കണ്ടപ്പോൾ ജോസഫിന് പുതിയൊരു ഐഡിയ തോന്നി. ഇതിൽ കൂടുതലും 1000ൻ്റെ നോട്ടുകളാണ്. ഇത് 500ൻ്റെയും 100ൻ്റെയും കെട്ടുകളായി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ കനകേശ്വരി ഈ പണവുമായി കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൽ പോയി. ജോലിക്കാർക്ക് ശമ്പളം നൽകാൻ ചേഞ്ച് വേണമായിരുന്നു എന്ന് കള്ളം പറഞ്ഞ് 1000ൻ്റെ നോട്ടുകെട്ടുകൾ നൽകി 500ൻ്റെയും 100ൻ്റെയും കെട്ടുകളാക്കി വാങ്ങി. എന്നാൽ ഈ പ്രവൃത്തി തങ്ങൾ ചെയ്യാൻ പോകുന്ന കുറ്റകൃത്യത്തിന് ഒരു തെളിവായി മാറുമെന്ന് അവർ അപ്പോൾ കരുതിയിരുന്നില്ല.
തുടർന്ന് ജോസഫ് തൻ്റെ അനന്തരവനായ സിനോ ജോയിയെ ഉപയോഗിച്ച് ബാംഗ്ലൂരിൽ നിന്നും ഒരു ഗ്യാസ് സിലിണ്ടറും മാരുതി സെൻ കാറും സംഘടിപ്പിച്ചു. എന്നാൽ സിനോയ്ക്ക് ആ കാർ മോഷണത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. ജോസഫ് ആ കാർ കയ്യിൽ കിട്ടിയ ശേഷം കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റുന്നു. കോയമ്പത്തൂരിലെ 2 വ്യത്യസ്ത കടകളിൽ നിന്നായി ഡ്രില്ലിംഗ് മെഷീനും ഗ്യാസ് കട്ടറും വാങ്ങുന്നു. മുമ്പെപ്പോഴോ കിണറുപണിക്കായി പാറ പൊട്ടിക്കാൻ വാങ്ങിയ തോട്ട നേരത്തെ തന്നെ ജോസഫിൻ്റെ കൈവശമുണ്ടായിരുന്നു. അങ്ങനെ 2007 ഡിസംബർ 23-ന് ജോസഫ് കെട്ടിട ഉടമയായ കുഞ്ഞിത്തിക്കുട്ടി ഹാജിയെ ചെന്ന് കണ്ട് പറഞ്ഞുറപ്പിച്ച അഡ്വാൻസ് തുക കൈമാറി ആ ഹോട്ടൽ പ്രവർത്തിക്കുന്ന മുറിയുടെ താക്കോൽ വാങ്ങി. രേഖാപരമായ എഗ്രിമെൻറ്റും എഴുത്തുകുത്തുമൊക്കെ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം എന്നായിരുന്നു ജോസഫ് വാക്ക് പറഞ്ഞിരുന്നത്. താക്കോൽ കിട്ടിയ ശേഷം ജോസഫും ഷിബുവും രാത്രി ആ ഹോട്ടലിലെത്തുന്നു. മുകളിലെ ബാങ്കിൻ്റെ ലോക്കർ ഇരിക്കുന്ന സ്റ്റോർ റൂം എവിടെയായിരിക്കാമെന്ന് ജോസഫ് താൻ പേപ്പറിൽ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന ചില അടയാളങ്ങൾ നോക്കി തിട്ടപ്പെടുത്തുന്നു. അതിനുശേഷം ജോസഫും ഷിബുവും കൂടി ഹോട്ടലിൽ നിന്ന് ഏതാനും മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ മറ്റൊരു കെട്ടിടത്തിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തു നിന്നും 2 ചാക്ക് മണലെടുത്ത് ഹോട്ടലിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് വരുത്തി തീർക്കാൻ അത് അവരുടെ ഹോട്ടലിന് മുന്നിൽ കൊണ്ടിട്ടു. എന്നിട്ട് റെസ്റ്റോറൻറ്റ് അറ്റകുറ്റപ്പണിയിലാണെന്നും 2008 ജനുവരി 8-ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബോർഡും വയ്ക്കുന്നു. എന്നിട്ട് ബാങ്കിൻ്റെ അവധി ദിവസത്തിനായി കാത്തിരിക്കുന്നു. അങ്ങനെ 2007 ഡിസംബർ 29 ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ സമയത്ത് തന്നെ ജോസഫ് ആ ഹോട്ടലിൽ വന്ന് ഷട്ടർ തുറന്ന് തൻ്റെ കണക്ക് കൂട്ടലുകളിൽ ബാങ്കിൻ്റെ ലോക്കർ ഇരിക്കുന്ന സ്ട്രോങ് റൂം എവിടെയായിരിക്കുമെന്ന് ഒന്നുകൂടി തിട്ടപ്പെടുത്തുന്നു. അങ്ങനെ ഇരിക്കെ വൈകുന്നേരം 6:30 രാധാകൃഷ്ണൻ, കനകേശ്വരി, ഷിബു എന്നിവർ ആ മാരുതി സെൻ കാറിൽ ഹോട്ടലിന് മുന്നിലെത്തി. രാധാകൃഷ്ണനും കനകേശ്വരിയും ആദ്യമായിട്ടാണ് ആ മുറിയിൽ കയറുന്നത്. ജോസഫ് അവരോട് പദ്ധതി വിശദീകരിച്ചു. ഈ കസേര ഇരിക്കുന്നതിന് നേരെ മുകളിലാണ് സ്ട്രോങ് റൂം. നമ്മൾ സീലിങ്ങിൻ്റെ കോൺക്രീറ്റ് തുറന്ന് മുകളിൽ കയറി ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് ലോക്കറുകൾ തുറക്കും. വിരലടയാളം പതിയാതിരിക്കാൻ എല്ലാവരും റബ്ബർ ഗ്ലൗസുകൾ ധരിക്കണമെന്ന് ജോസഫ് നിർദ്ദേശിച്ചു. സിനിമകളിൽ നിന്ന് പഠിച്ച പാഠമായിരുന്നു അത്. അവർ ഒരു മേശ വലിച്ചിട്ട് അതിനു മുകളിൽ കസേര വച്ചു. എന്നാൽ ജോസഫിന് ആ സീലിംഗ് എത്താൻ ആ ഉയരം തികയുമായിരുന്നില്ല. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന പലഹാരങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഗ്ലാസ് ഡിസ്പ്ലേ അലമാര ആ മേശയുടെ മുകളിലേക്ക് വെച്ച് അതിനു മുകളിൽ കസേര വെച്ച് ജോസഫ് ധൈര്യമായി അതിനു മുകളിൽ കയറി സീലിംഗിൽ തുറക്കേണ്ട ഭാഗത്ത് ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തി. രാത്രി 7:15 ജോസഫ് സീലിംഗിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഷിബു കസേര പിടിച്ചു കൊടുത്തു. രാധാകൃഷ്ണൻ പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ കാവൽ നിന്നു. ധൂം സിനിമയിൽ കണ്ടതുപോലെ 1 അടി അകലത്തിൽ 5 ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിൽ തോട്ട വയ്ക്കാനായിരുന്നു ജോസഫിൻ്റെ പദ്ധതി. തോട്ടകൾ വെച്ച് സീലിംഗ് തകർക്കാൻ അവർ തയ്യാറായി. സ്ഫോടനത്തിൻ്റെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഘോഷയാത്ര വരുന്നതുവരെ അവർ കാത്തിരുന്നു. ഘോഷയാത്രയിലെ ചെണ്ടമേളവും പടക്കം പൊട്ടിക്കുന്ന ശബ്ദവും വരുമ്പോൾ തോട്ട പൊട്ടിക്കാനായിരുന്നു ജോസഫിൻ്റെ പദ്ധതി. ഘോഷയാത്ര അടുത്തു വരികയും പടക്കങ്ങൾ പൊട്ടിത്തുടങ്ങുകയും ചെണ്ടമേളത്തിൻ്റെ ശബ്ദം കടുക്കുകയും ചെയ്തപ്പോൾ ജോസഫ് തോട്ടയുടെ ഫ്യൂസിന് തീ കൊടുത്തു. വലിയ ശബ്ദത്തോടെ അത് പൊട്ടിത്തെറിച്ചു. എന്നാൽ പുക മാറിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. 5 തോട്ടകൾ പൊട്ടിയിട്ടും സീലിംഗിൽ കാര്യമായ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. ജോസഫിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. ഈ കെട്ടിടത്തെക്കുറിച്ച് ജോസഫിന് അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ഇവിടെ ഈ കെട്ടിടം പണിയുന്ന സമയത്ത് ബാങ്ക് അധികൃതർ കെട്ടിട ഉടമയായ കുഞ്ഞിത്തുകുട്ടി ഹാജിയോട് ബാങ്കിനായി ഫസ്റ്റ് ഫ്ലോർ വേണമെന്നും ഭാരമുള്ള ലോക്കറുകൾ വയ്ക്കേണ്ടതിനാൽ ഫസ്റ്റ് ഫ്ലോറിന് വേണ്ടിയുള്ള തട്ട് വാർക്കുമ്പോൾ കുറെ കൂടി കനത്തിൽ കോൺക്രീറ്റ് വാർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആയതിനാൽ തന്നെ 8 ഇഞ്ചിൽ കൂടുതലായിരുന്നു ആ കോൺക്രീറ്റിൻ്റെ കനം. ആയതിനാലാണ് ജോസഫിൻ്റെ തോട്ട പ്രയോഗം അതിലേൽക്കാത്തത്. തോട്ട വെച്ച് തകർക്കാൻ കഴിയാത്തതുകൊണ്ട് ഇനി മാർബിൾ കട്ടറും ഡ്രില്ലിംഗ് മെഷീനും ഉപയോഗിച്ച് സീലിംഗ് മുറിക്കുകയോ വഴിയുള്ളൂ എന്ന് ജോസഫിന് മനസ്സിലായി. ഇത് കൂടുതൽ സമയമെടുക്കുന്ന പണിയായിരുന്നു. ജോസഫും ഷിബുവും മാറി മാറി ഡ്രില്ലിംഗ് മെഷീനും മാർബിൾ കട്ടറും ഉപയോഗിച്ച് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാത്രി 11 മണിയോടെ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. ആ ദ്വാരത്തിലൂടെ ടോർച്ചടിച്ച് നോക്കുമ്പോൾ മുകളിലെ ലോക്കറുകൾ അവർക്ക് കാണാമായിരുന്നു.
രാത്രി വൈകിയപ്പോൾ അവർ രാമനാട്ടുകര ബൈപ്പാസിൽ പോയി ഭക്ഷണം കഴിച്ചു. തിരികെ വന്ന് വീണ്ടും പണി തുടങ്ങി. പുലർച്ചെ 3 മണിയായിട്ടും ഒരാൾക്ക് മുകളിലേക്ക് കടക്കാവുന്ന വലിപ്പത്തിൽ ദ്വാരമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ക്ഷീണം കാരണം അവർ അന്ന് പണി നിർത്തി. അടുത്ത ദിവസം പണി തുടരാമെന്ന് തീരുമാനിച്ച് അവർ അവിടെ തന്നെ കിടന്നുറങ്ങി. അന്ന് ഡിസംബർ 30 ഞായറാഴ്ചയുടെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ പൊടിയും ചൂടും കാരണം ശ്വാസം മുട്ടിയ ജോസഫ് ആ ഹോട്ടൽ മുറിയുടെ ഷട്ടർ മെല്ലെ ഉയർത്തി പുറത്തിറങ്ങി ശുദ്ധവായു ശ്വസിച്ചു. എന്നിട്ട് അദ്ദേഹം മെല്ലെ കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് ചില പണിയായുധങ്ങൾ എടുത്തു. എന്നാൽ ഈ സമയത്ത് അല്പം അകലെ പാർക്ക് ചെയ്തിരുന്ന ഒരു മിനി ലോറിയിൽ ഒരു വ്യക്തി കയറി പോകുന്നത് ജോസഫ് കണ്ടു. എന്നാൽ അന്നത് അദ്ദേഹം അത്ര കാര്യമാക്കിയിരുന്നില്ല. ഞായറാഴ്ച പകൽ മുഴുവൻ ജോസഫും ഷിബുവും കൂടി കഷ്ടപ്പെട്ട് സീലിംഗ് കോൺക്രീറ്റ് തുരന്നു. നാളെ തിങ്കളാഴ്ച ബാങ്ക് തുറക്കും. അതിനു മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ പണിയും തീർക്കണമായിരുന്നു. വൈകുന്നേരത്തോടെ കോൺക്രീറ്റിൻ്റെ ദ്വാരം കുറച്ചുകൂടി വലുതായി. ആ പ്രദേശത്തിലൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നുവെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ വർക്കിൻ്റെ പണി നടക്കുകയാണെന്ന ധാരണ വരുത്തിയിരുന്നതിനാൽ അതിനുള്ളിൽ നിന്ന് കേൾക്കുന്ന തട്ടും മുട്ടും ആൾക്കാർ അത്ര കാര്യമാക്കിയിരുന്നില്ല. എന്നാലും അധികം ആൾക്കാരുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന സമയത്തായിരുന്നു അവർ കൂടുതലും കോൺക്രീറ്റിൻ്റെ ഡ്രില്ലിങ്ങും കട്ടിങ്ങും നടത്തിയിരുന്നത്. അങ്ങനെ അന്ന് ഞായറാഴ്ച രാത്രി 12 മണി ആയപ്പോഴേക്കും ജോസഫിന് മുകളിലത്തെ സ്ട്രോങ് റൂമിലേക്ക് കടക്കാൻ പാകത്തിനുള്ള ദ്വാരം വലുതായി. രാധാകൃഷ്ണനും ഷിബുവും ചേർന്ന് ജോസഫിനെ ആ ദ്വാരത്തിലൂടെ മുകളിലേക്ക് തള്ളിക്കയറ്റി. ഗ്യാസ് കട്ടറും കമ്പിപ്പാരയും കൈമാറി. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ജോസഫ് ഓരോ അലമാരകളും തുറക്കാൻ തുടങ്ങി. അലമാരകളും ഉരുക്കി ലോക്കറുകൾ തുറന്നപ്പോൾ കണ്ട കാഴ്ച ജോസഫിനെ അമ്പരപ്പിച്ചു. നിറയെ സ്വർണ്ണാഭരണങ്ങളുടെ പൊതികൾ. ബാങ്കിൽ പണയം വച്ച രസീതുകൾക്കൊപ്പം പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ കണ്ട് ആഹ്ലാദത്താൽ ജോസഫിൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല എന്ന് ജോസഫിന് തോന്നി. പുറമേ ഒരു ബാങ്കിൻ്റെതായ പകിട്ടും പത്രാസും തോന്നിക്കുമായിരുന്നില്ല എങ്കിലും ചുറ്റുമുള്ള വിവിധ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു അഭയമായിരുന്നു ആ ബാങ്ക്. ആ ബാങ്കിൽ ആൾക്കാർ പണയം വച്ചിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണമുണ്ടായിരുന്നു. ഷിബു ആ കോൺക്രീറ്റിലുണ്ടാക്കിയ ദ്വാരത്തിലൂടെ ചാക്കുകൾ മുകളിലേക്ക് ഇട്ടുകൊടുത്തു. ആ ചാക്കുകളിലേക്ക് ജോസഫ് സ്വർണം വാരി നിറച്ചു. ഇതിനിടയിൽ ജോസഫ് തലകറങ്ങി ബോധക്ഷയത്താൽ ആ ലോക്കറുകളുള്ള സ്ട്രോങ് റൂമിൽ വീണു. ഗ്യാസ് കട്ടറുകൾ കൊണ്ട് ലോക്കറുകൾ ഉരുക്കുമ്പോൾ ഉണ്ടാകുന്ന പുക കൊണ്ടോ ഓക്സിജൻ കുറവായതുകൊണ്ടോ അടച്ചിട്ട മുറിയിലെ ഭയമോ ഇരുട്ടോ ക്ഷീണമോ ഒക്കെ കൊണ്ടാകാം അദ്ദേഹത്തിന് ബോധക്ഷയം വന്നത്. എന്തായാലും ജോസഫ് അവിടെ വീഴുന്ന ശബ്ദം താഴെ നിൽക്കുകയായിരുന്ന ഷിബുവും രാധാകൃഷ്ണനും ഒക്കെ കേട്ടു. ഷിബു ഉടനെ തന്നെ മേശയുടെ മുകളിലെ കസേരയിലേക്ക് കയറി ആ ദ്വാരത്തിലൂടെ തലയിട്ട് നോക്കുമ്പോൾ ജോസഫ് ബോധരഹിതനായി കിടക്കുന്നതാണ് കണ്ടത്. ഷിബു പരിഭ്രാന്തനായി ജോസഫിനെ വിളിച്ചുണർത്തി. എങ്ങനെയെങ്കിലും ആ ദ്വാരത്തിനടുത്തേക്ക് വരാൻ പറഞ്ഞു. വളരെ കഷ്ടപ്പെട്ട് ജോസഫ് ആ ദ്വാരത്തിനടുത്തേക്ക് ഇഴഞ്ഞെത്തി. ഷിബു ഒരു കുപ്പി വെള്ളം നൽകി. ആ വെള്ളം കുടിച്ച് മുഖം കഴുകിയപ്പോൾ അല്പം ആശ്വാസം തോന്നിയ ജോസഫ് വീണ്ടും പണി തുടങ്ങി. അപ്പോഴേക്കും സമയം പുലർച്ചെ 5 മണിയായി. 3 ചാക്കുകളിലായി കെട്ടിയ സ്വർണവും 1 ചാക്കിൽ കെട്ടിയ പണവും ജോസഫ് ആ ദ്വാരം വഴി താഴേക്ക് ഇറക്കി. കയ്യുറ ധരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം പെരുമാറിയ സ്ഥലങ്ങളെല്ലാം തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ആ ദ്വാരം വഴി താഴേക്ക് ഇറങ്ങാൻ പരിശ്രമിച്ചു. ഷിബുവും രാധാകൃഷ്ണനും ചേർന്ന് ജോസഫിനെ താങ്ങിയിറക്കി. അതിനുശേഷം തെളിവുകൾ ഇല്ലാണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ജോലി. എത്ര പേർ മോഷണത്തിനുണ്ടായിരുന്നു എന്നതൊന്നും അറിയാതിരിക്കാൻ അവിടെ ചെരുപ്പിൻ്റെ അടയാളം പോലും വരാതിരിക്കുന്ന രീതിയിൽ കോൺക്രീറ്റ് തുറന്നപ്പോൾ ഉണ്ടായ പൊടിയും മണലും മിക്സ് ചെയ്ത് അവിടെയാകെ വിതറി. ആ ഹോട്ടൽ കടമുറിയിൽ ആരെങ്കിലും ഒരു തരത്തിലുമുള്ള ഒരു തുരുമ്പിൻ്റെ തെളിവ് പോലും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി. താൽക്കാലികമായി ഉപയോഗിക്കാനെടുത്ത സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ പിന്നീട് ഒരിക്കലും ഓണാകാത്ത വിധം സ്വിച്ച് ഓഫ് ആക്കി. ആ ഹോട്ടൽ സീലിംഗിൻ്റെ കോൺക്രീറ്റ് തുറക്കുന്നതിനും മുകളിലേക്ക് കയറുന്നതിനും ഉപയോഗിച്ചിരുന്ന മേശയും അതിനു മുകളിൽ വച്ചിരുന്ന ചില്ല അലമാരയും അതുപോലെ തന്നെ അവിടെ വച്ചിരുന്നു. അതിൻ്റെ മുകളിൽ മാവ് പോലെ പരന്നു കിടക്കുന്ന കോൺക്രീറ്റ് പൊടിയിൽ ജയ് മാവോ എന്ന് എഴുതി വച്ചു. മാവോയിസ്റ്റുകളാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസുകാരെ കൊണ്ട് ചിന്തിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു അത്. അങ്ങനെ 2007 ഡിസംബർ 31 നേരം പുലർന്നു തുടങ്ങിയതോടെ
പുറത്ത് ആരും തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി മെല്ലെ ഷട്ടറുകൾ ഉയർത്തി എല്ലാവരും പുറത്തിറങ്ങി. അതിനുശേഷം അവർ ആ ഹോട്ടൽ ഷട്ടറുകൾ പൂട്ടി കാറിൽ കയറി രക്ഷപ്പെട്ടു. കോട്ടയ്ക്കൽ ഭാഗത്തേക്കാണ് അവർ ആദ്യം പോയത്. എന്നിട്ട് വണ്ടി ഒതുക്കി സംശയാസ്പദമായി ആരെങ്കിലും തങ്ങളെ കണ്ടിട്ടുണ്ടാകുമോ എന്നും ആരും തന്നെ തങ്ങളെ പിന്തുടരുന്നില്ല എന്നും ഉറപ്പുവരുത്തി. പിന്നെ അവർ നേരെ കോഴിക്കോട്ട് രാധാകൃഷ്ണൻ്റെയും കനകേശ്വരിയുടെയും വീട്ടിലേക്കാണ് പോയത്. അവിടെ മോഷ്ടിച്ചു കൊണ്ടുവന്ന സ്വർണവും പണവും എല്ലാം ഭദ്രമാക്കി വച്ച ശേഷം ജോസഫ് ഒന്നും അറിയാത്ത ഭാവത്തിൽ വീട്ടിലേക്ക് പോയി. ഗർഭിണിയായ തൻ്റെ ഭാര്യ അനീറ്റയോട് ജോലിയുടെ ഭാഗമായി ദൂരെ യാത്ര പോയിരുന്നതാണ് എന്ന് മാത്രം പറഞ്ഞ് കിടന്നുറങ്ങി. അന്ന് ഏതാണ്ട് 10 മണിയാകുന്ന സമയത്ത് തന്നെ ബാങ്ക് മാനേജർ ബാങ്ക് തുറക്കാൻ എത്തിയ സമയത്ത് ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അറിയുകയും പോലീസ് എത്തുകയും വാർത്ത കാട്ടുതീ പോലെ പരക്കുകയും ചെയ്തിരുന്നു. പിറ്റേ ദിവസം 2008 പുതുവർഷ ദിനത്തിൽ ജോസഫും ഷിബുവും രാധാകൃഷ്ണനും കനകേശ്വരിയും ഒരുമിച്ച് കോയമ്പത്തൂരിലേക്ക് യാത്ര ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് മാറി നിന്ന് വാർത്തകൾ നിരീക്ഷിക്കുന്നതിനും കൊള്ളയടിച്ച സ്വർണവും പണവും എങ്ങനെ എന്ത് ചെയ്യണമെന്നും എങ്ങനെ പങ്കിടണമെന്നും ചർച്ച ചെയ്യാനുമൊക്കെയായിരുന്നു ആ ഒരു കോയമ്പത്തൂർ യാത്ര. എന്നിട്ടവർ തിരികെ രാധാകൃഷ്ണൻ്റെയും കനകേശ്വരിയുടെയും വീട്ടിലെത്തി അവർ ആദ്യം വാർത്തകളായിരുന്നു പരിശോധിച്ചത്. ബാങ്ക് പുറത്തുവിട്ട കണക്ക് പ്രകാരം 80 കിലോ സ്വർണവും ഏതാണ്ട് 25 ലക്ഷം രൂപയുമാണ് ബാങ്കിൽ നിന്ന് കവർച്ച പോയിരിക്കുന്നത്. ആ കാലത്തെ, അതായത് 2007 അവസാനവും 2008 തുടക്കകാലത്തേക്കുള്ള സ്വർണ്ണവിലയിൽ പവന് 6890 രൂപയാണ് ഉണ്ടായിരുന്നത്. അതായത് 1 കിലോ സ്വർണത്തിന് 10,80,000 രൂപ. 80 കിലോ സ്വർണത്തിൻ്റെ അന്നത്തെ മൂല്യം 8,64 ലക്ഷം രൂപയായിരുന്നു. അതുകൂടാതെ ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ പണമായും അവർ കൊള്ളയടിച്ചതിലുണ്ടായിരുന്നു. അതായത് അന്നത്തെ വിലയിൽ ഏതാണ്ട് 8,90 ലക്ഷം രൂപയുടെ സ്വർണവും പണവുമാണ് അവർ കൊള്ളയടിച്ചിരിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവിലയിൽ 80 കിലോ സ്വർണത്തിന് എത്ര കോടി രൂപ മൂല്യമുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. തങ്ങൾ കൊള്ളയടിച്ച സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും മൂല്യം മനസ്സിലാക്കിയ അവർ ജോസഫിൻ്റെ നേതൃത്വത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ തുടങ്ങി. സ്വർണത്തിനോടൊപ്പം സൂക്ഷിച്ചിരുന്ന ബാങ്കിൻ്റെ പണയ രസീതുകളും പ്ലാസ്റ്റിക് കവറുകളും അവർ കത്തിച്ചു കളഞ്ഞു. സ്വർണ്ണാഭരണങ്ങളിൽ കുറച്ച് സ്വർണം ഉരുക്കി ബാറുകളാക്കി മാറ്റി. പണത്തിൽ നിന്ന് 12 ലക്ഷം രൂപ ജോസഫ് എടുത്തു. ബാക്കി ഷിബുവിനും രാധാകൃഷ്ണനുമായി വീതിച്ചു. സ്വർണം ജോസഫിൻ്റെ വീട്ടിലെ പട്ടിക്കൂടിന് മുകളിൽ ഒളിപ്പിച്ചു. ഷിബു കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഗ്യാസ് കട്ടർ, ഡ്രില്ലിംഗ് മെഷീൻ, മാർബിൾ കട്ടർ, മൊബൈൽ ഫോൺ, ഗ്ലൗസുകൾ എന്നിങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും കോരപ്പുഴയിൽ ഉപേക്ഷിച്ചു. പണം സൂക്ഷിച്ചിരുന്ന പെട്ടി ജോസഫ് കൊയിലാണ്ടിയിലെ കടൽ തീരത്ത് ഉപേക്ഷിച്ചു. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ അവർ തെളിവുകൾ നശിപ്പിക്കുകയും കവർച്ച മുതലുകൾ ഒളിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം മലപ്പുറം SP ആയിരുന്ന P. വിജയൻ IPSന്റെ നേതൃത്വത്തിൽ ചേലമ്പ്ര ബാങ്ക് കവർച്ചയുടെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായി ബാങ്കിൻ്റെ സ്റ്റോർ റൂമിലേക്ക് തന്നെ കോൺക്രീറ്റ് തുരന്നെത്തുക എന്നതിൽ ബാങ്ക് ജീവനക്കാരുടെ പങ്കുണ്ടാകുമോ എന്ന് സ്വാഭാവികമായും സംശയിച്ച അന്വേഷണ സംഘം ബാങ്ക് മാനേജർ ഹരിദാസ്, ഓഫീസർ രാധാകൃഷ്ണൻ, ഫീൽഡ് ഓഫീസർ ഉണ്ണിരാജൻ എന്നിവരെല്ലാം ചോദ്യം ചെയ്ത് അവർക്ക് യാതൊരു പങ്കുമില്ലെന്ന് ബോധ്യപ്പെടുന്നു. പിന്നെ പോലീസ് കോൺക്രീറ്റ് തുറന്നിരിക്കുന്ന താഴത്തെ ഹോട്ടൽ പരിശോധനയിൽ ഒരു ചെരുപ്പും മേശയിൽ പടർന്നിരിക്കുന്ന പൊടിയിൽ എഴുതിയ ജയ് മാവോ എന്ന അടയാളവുമായിരുന്നു അവർക്ക് കാണാൻ സാധിച്ചത്. ചെരുപ്പിൽ നിന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നറിയാൻ പോലീസ് ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നു. ആ ചെരുപ്പിൻ്റെ മണം പിടിച്ച ആ ഡോഗ് ഓടിച്ചെന്നത് അവിടെ നിന്നും കുറച്ചു മാറി നിർമ്മാണം നടക്കുന്ന ബിൽഡിങ്ങിന് മുന്നിൽ മണൽ ഇറക്കിയിട്ടിരിക്കുന്ന മണൽ കൂനയിലേക്കാണ്. എന്നാൽ അതിനു പിന്നിൽ എന്താണെന്ന് പോലീസിന് മനസ്സിലായതുമില്ല. അവിടെ നിന്ന് ഒരു തെളിവും കിട്ടിയിരുന്നില്ല. പിന്നെയുള്ള തെളിവ് ജയ് മാവോ. മാവോയിസ്റ്റുകൾ അവരുടെ പ്രവർത്തന ഫണ്ടിങ്ങിനായി ഇത്തരത്തിൽ ഒരു കവർച്ച ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് പോലീസ് സംശയിച്ചു, പ്രത്യേകിച്ചും കേരളത്തിൽ. ആയതിനാൽ തന്നെ SP P. വിജയൻ എടുത്തു ചാടാതെ ശാസ്ത്രീയമായും അടിസ്ഥാനമായ രീതിയിലുമായിരുന്നു കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. കെട്ടിട ഉടമയായ കുഞ്ഞുതിക്കുട്ടി ഹാജിയെയും മുമ്പ് ഹോട്ടൽ നടത്തിയിരുന്ന മൊയ്തീൻ കുട്ടിയെയും SP വിജയൻ ചോദ്യം ചെയ്തു. ഇതിൽ നിന്ന് ചില നിർണായക തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്. പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാനെന്ന് പറഞ്ഞ് ആ കെട്ടിടമെടുക്കാൻ വന്ന വ്യക്തി ബാബു എന്ന പേരാണ് തങ്ങളോട് പറഞ്ഞിരുന്നതെന്നും കറുത്ത തൊപ്പി ധരിച്ച
കട്ടിയുള്ള മീശയുള്ള ഒരാളായിരുന്നു അദ്ദേഹമെന്നും സിൽവർ മാരുതി സെൻ കാറിലാണ് അദ്ദേഹം വന്നിരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അവർക്ക് നൽകിയിരുന്ന ഫോൺ നമ്പരും പോലീസിന് ലഭിക്കുന്നു. മാത്രമല്ല അഡ്വാൻസ് നൽകിയ പണക്കെട്ടുകൾ കുഞ്ഞിതുകുട്ടി ഹാജി പോലീസിന് കൈമാറി. ഇതിൽ മിൽമയുടെയും കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൻ്റെയും സീലുള്ള ഒരു ലേബൽ അതിലുണ്ടായിരുന്നു. ഇതൊക്കെ പണത്തിൻ്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ട ചില തെളിവുകളായിരുന്നു. മാത്രമല്ല ചേലമ്പ്ര സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന് താഴെയുള്ള കെട്ടിടവുമായി ബന്ധപ്പെട്ട പലരിൽ നിന്നും ലഭിച്ച പല അടയാളങ്ങൾ വച്ച് പോലീസ് രേഖാചിത്രം തയ്യാറാക്കി. പോലീസിന് ലഭിച്ച ഫോൺ നമ്പർ ആ മോഷണ ദിവസത്തിന് ശേഷം സ്വിച്ച് ഓഫ് ആയിരുന്നതിനാൽ ട്രാക്കിംഗ് ചെയ്യാനും കഴിയുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് പോലീസ് വരച്ച രേഖാചിത്രം പോലീസ് പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ഈ രൂപസാദൃശ്യമുള്ള ആരെങ്കിലും കണ്ടാൽ പോലീസിനെ അറിയിക്കണമെന്നും പോലീസ് അറിയിപ്പ് നൽകി. ഈ സമയം കോഴിക്കോട് രാധാകൃഷ്ണൻ്റെയും കനകേശ്വരിയുടെയും വീട്ടിൽ ജോസഫും ഷിബുവും ഇരിക്കുകയായിരുന്നു. പുറത്തുപോയ രാധാകൃഷ്ണനും കനകേശ്വരിയും വെപ്രാളത്തോടെ തിരിച്ചെത്തി. രാധാകൃഷ്ണൻ ഒരു പത്രം അവരുടെ മുന്നിലേക്കിട്ടു. നമ്മൾ പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. പത്രത്തിൽ ജോസഫിൻ്റെ തൊപ്പി വെച്ച രൂപത്തിലുള്ള ഒരു രേഖാചിത്രമുണ്ടായിരുന്നു. ചിത്രം കണ്ട് ഷിബുവും ഭയന്നു. പോലീസിന് ഏതെങ്കിലും തുമ്പ് ലഭിച്ചു കാണും, ഇനി ബാക്കിയുള്ളവരിലേക്കും അന്വേഷണം എത്തുമെന്നും അവർ പേടിച്ചു. എന്നാൽ ഈ ചിത്രം കണ്ട് തന്നെ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല എന്നായിരുന്നു ജോസഫിൻ്റെ മറുപടി. പോലീസിൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ ജോസഫ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. ബാങ്കിൽ നിന്ന് കവർന്നെടുത്തതിൽ കുറച്ച് സ്വർണവുമായി ജോസഫ് ഹൈദരാബാദിലേക്ക് പോകുന്നു. ഹൈദരാബാദിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് അവിടെ ഈ സ്വർണ്ണാഭരണങ്ങൾ വച്ച ശേഷം അവിടെയും ജയ് മാവോ എന്ന് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ആ ലോഡ്ജിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പത്രങ്ങളിൽ രേഖാചിത്രത്തോടൊപ്പം കൊടുത്തിരുന്ന പോലീസിൻ്റെ നമ്പറിലേക്ക് ജോസഫ് തന്നെ പോലീസിനെ വിളിച്ച് പത്രത്തിൽ കണ്ട രേഖാചിത്രവുമായി സാമ്യമുള്ള ഒരു വ്യക്തിയെ ഹൈദരാബാദിൽ കണ്ടതായി അറിയിക്കുന്നു. പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് ബാങ്ക് കവർച്ചയ്ക്ക് പിന്നിൽ മാവോയിസ്റ്റുകളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ജോസഫ് ഇതിനിടയിൽ ബാങ്കിലുള്ള സ്വർണം കുറേശ്ശെ വിറ്റ് കാശാക്കാനുള്ള ശ്രമവും തുടർന്നു. ഇതിനിടയിൽ മാവോയിസ്റ്റ് തെളിവുകൾ വ്യാജമാണെന്നും യഥാർത്ഥ കവർച്ചക്കാരൻ കളിക്കുന്ന കളിയാണെന്നും ഈ കവർച്ചയ്ക്ക് പിന്നിൽ മലയാളി തന്നെയാണെന്നും പോലീസിന് ബോധ്യമാകുന്നു. അഡ്വാൻസ് കൊടുത്ത പണത്തിലെ തെളിവുകൾ പ്രകാരം കോഴിക്കോട് സഹകരണ ബാങ്കിൽ നിന്നും ഒരു സ്ത്രീ ചേഞ്ച് വാങ്ങിയ പണമാണെന്നും കവർച്ചയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീയുടെ സഹായം ഉണ്ടായിരുന്നുവെന്നും ഇതിൽ നിന്നും പോലീസിന് മനസ്സിലാകുന്നു. തുടർന്ന് ബാങ്കിൽ മോഷണം നടന്ന ദിവസങ്ങളിൽ അവിടെ കണ്ട സിൽവർ കളർ മാരുതി സെൻ കാറിൻ്റെ നമ്പർ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. അന്ന് കവർച്ചക്കാരൻ ഉപയോഗിച്ചിരുന്ന ആ മൊബൈൽ നമ്പറിൽ നിന്ന് കാൾ പോയിരിക്കുന്നത് ആ കെട്ടിട ഉടമയ്ക്കും ബന്ധപ്പെട്ട കുറച്ചു പേർക്കും മാത്രമാണ്. മാത്രമല്ല ആ നമ്പർ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. അതിനർത്ഥം ആ ഫോൺ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയായിരിക്കാം. എന്തായാലും ആ വ്യക്തിക്ക് മറ്റൊരു മൊബൈൽ ഫോൺ ഉണ്ടാകുമെന്ന് SP P വിജയൻ കണക്കുകൂട്ടി. അങ്ങനെ ആ പ്രദേശത്തിലെ ടവറിലെ ടംബ് ഡേറ്റ പോലീസ് കളക്ട് ചെയ്തു. ഏതാണ്ട് 20 ലക്ഷത്തോളം നമ്പറുണ്ടായിരുന്നു അത്. ആ പ്രദേശങ്ങളിൽ സ്ഥിരമല്ലാത്തതും ആ ബാങ്ക് കവർച്ച നടന്നവരെയുള്ള ദിവസങ്ങളിലെ അസ്വാഭാവികത തോന്നുന്ന ആക്റ്റീവായ 5000-ഓളം നമ്പറുകൾ പോലീസ് പ്രത്യേകമായി കളക്ട് ചെയ്തു. ഈ 5000-ഓളം നമ്പറുകളും ആ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ് കോൺസ്റ്റബിൾമാർക്ക് വീതിച്ച് നൽകി ഓരോ നമ്പറിലും വിളിച്ച് പേരും വിവരവും ചോദിച്ച് ഡിസംബർ 29-നും 30-നും തീയതികളിൽ അവർ എവിടെയായിരുന്നു എന്ന വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും സംശയം തോന്നുന്നവരെ സ്റ്റേഷനിലേക്ക് വരാൻ പറയണം എന്നായിരുന്നു SP P വിജയൻ പോലീസുകാർക്ക് നൽകിയ നിർദ്ദേശം. അങ്ങനെ പോലീസുകാർ ആ ലിസ്റ്റിലെ നമ്പറുകളിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഇതേസമയം ജോസഫ് ഗർഭിണിയായ തൻ്റെ ഭാര്യയ്ക്ക് ഹോസ്പിറ്റൽ സൗകര്യത്തിനായി കോഴിക്കോട്ടെ കൊട്ടൂളി പൈപ്പ് ലൈൻ റോട്ടിൽ അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടിയ അന്നത്തെ കാലത്ത് 5000 രൂപ വാടകയുണ്ടായിരുന്ന ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് താമസം മാറുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കോൺസ്റ്റബിൾ ശങ്കർ വെരിഫിക്കേഷൻ്റെ ഭാഗമായി ജോസഫിൻ്റെ നമ്പറിലേക്കും കാൾ ചെയ്യുന്നു. അതിനർത്ഥം ടവർ ടംബ് ഡേറ്റയിൽ ആ ചേലമ്പ്ര ബാങ്ക് പ്രദേശത്ത് വന്നുപോയ നമ്പറുകളിൽ ജോസഫിൻ്റെ പേഴ്സണൽ നമ്പരും അവൻ പോലും അറിയാതെ രേഖപ്പെട്ടിരുന്നു. വിളിച്ച പോലീസുകാരനോട് താൻ സ്ഥലത്തില്ലെന്നും വന്ന ശേഷം സ്റ്റേഷനിൽ വരാമെന്നും ജോസഫ് കള്ളം പറഞ്ഞു. ശങ്കർ എന്ന ആ പോലീസുകാരൻ അത് വിശ്വസിച്ചുവെങ്കിലും ജോസഫ് ഭയന്നുപോയി. പോലീസ് തന്നെ സംശയിക്കുന്നുണ്ടെന്ന് കരുതി ജോസഫ് ആ സിം കാർഡ് ഉപേക്ഷിച്ചു.
പകരം പുതിയ സിം കാർഡ് എടുത്തു. തുടർന്ന് ജോസഫ് രാധാകൃഷ്ണനെയും ഷിബുവിനെയും വിളിച്ച് അവരുടെ പങ്ക് സ്വർണം വീതിച്ചു നൽകി. പോലീസ് വിളിച്ച സ്ഥിതിക്ക് കേരളം വിടാനും ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യാനും ജോസഫ് പദ്ധതികൾ തുടങ്ങി. അതിനായി 2008 ഫെബ്രുവരി 14 ജോസഫ് ബാംഗ്ലൂരിൽ ഫ്ലാറ്റും വസ്തുക്കളും രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ബാങ്ക് മോഷ്ടിച്ച പണവും സ്വർണവും വെളുപ്പിച്ച് അവൻ്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ടേയിരുന്നു. ഇതേ സമയങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയുടെ യഥാർത്ഥ മൊബൈൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള അതികഠിനമായ ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. ബാബു എന്ന കള്ളപ്പേരിൽ നൽകിയിരുന്ന ആ നമ്പർ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. അതിനർത്ഥം ആ നമ്പർ ബാങ്ക് കവർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ്. എന്നാൽ ആ വ്യക്തിയുടെ പേഴ്സണൽ ഫോൺ അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കാളുകൾ ചെയ്തില്ലെങ്കിൽ പോലും ആ ഫോണിലേക്കുള്ള സിഗ്നലുകൾ നൽകുന്ന ടവറിൽ ആ ഫോണിൻ്റെ നമ്പറുകൾ അടങ്ങുന്ന ഡംപ് ഡേറ്റ ഉണ്ടാകും. ആ നമ്പർ കണ്ടുപിടിക്കുക എന്നതായിരുന്നു പോലീസിൻ്റെ കഠിനമായ ദൗത്യം. കോൺസ്റ്റബിൾമാർ വെറുതെ വിളിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥരായ ഷൗക്കത്ത് അലിയും അൻവർ ഹുസൈനും സന്തോഷും ഫോൺ നമ്പർ കണ്ടുപിടിക്കാനുള്ള കഠിനമായ ശ്രമങ്ങൾ തുടർന്നു. ഒടുവിൽ കഠിനമായ പരിശ്രമത്തിന് ഫലം കണ്ടു. അതൊരു വോഡാഫോൺ നമ്പറായിരുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ വോഡാഫോൺ നോഡൽ ഓഫീസറെ വിളിച്ച് ആ നമ്പറിൻ്റെ കഴിഞ്ഞ 6 മാസത്തെ കോൾ വിവരങ്ങൾ ആവശ്യപ്പെട്ടു. രേഖകൾ പ്രകാരം VT ജോസഫ് എന്നയാളുടെ പേരിലായിരുന്നു സിം. അതായത് ബാബു എന്ന കള്ളപ്പേരിൽ ചേലമ്പ്രയിലെ ബാങ്കിന് താഴെ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ കടമുറി വാടകയ്ക്കെടുക്കുകയും അതിൻ്റെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് തുറന്ന് ബാങ്ക് കവർച്ച ചെയ്ത ബാബുവിൻ്റെ യഥാർത്ഥ പേര് ജോസഫ് ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഈ വിവരമറിഞ്ഞ ആ ടീമിനെ നയിക്കുന്ന SP P വിജയൻ അതീവ സന്തോഷവാനായി. ആഴ്ചകളായുള്ള നിരാശ മാറി. അന്വേഷണത്തിൽ പ്രതിയെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വലിയ തുമ്പ് ലഭിച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘത്തെ അദ്ദേഹം വിളിച്ച് അഭിനന്ദിച്ചു. തുടർന്ന് ഫോണിൻ്റെ IME നമ്പർ വഴി ജോസഫ് ഇപ്പോൾ പുതിയൊരു എയർടെൽ സിം ഉപയോഗിക്കുകയാണെന്നും പോലീസ് കണ്ടെത്തി. ജോസഫിൻ്റെ കോൾ ലിസ്റ്റിൽ നിന്നും അനീറ്റ എന്ന സ്ത്രീയെ വിളിച്ചിരിക്കുന്നു. അത് ഭാര്യയായിരിക്കാമെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ജോസഫിന് മാരുതി സെൻ കാർ നൽകിയ ചെന്നൈയിൽ താമസിക്കുന്ന സിനോ ജോയ് എന്ന ആളെക്കുറിച്ചും വിവരങ്ങൾ ലഭിക്കുന്നു. കൂടാതെ പീരിമേട് പോലീസ് ക്വാർട്ടേഴ്സിലെ ഒരു ലാൻഡ് ലൈനിലേക്കും ജോസഫ് വിളിച്ചിരിക്കുന്നു. ഇതൊരു പോലീസുകാരൻ്റെ നമ്പറാണെന്ന് തിരിച്ചറിഞ്ഞ SP വിജയൻ ഞെട്ടി. പോലീസുകാരന് കവർച്ചയുമായി ബന്ധമുണ്ടോ എന്ന് സംശയിച്ചു. ഉടൻ തന്നെ വിജയനും വിക്രമനും പീരിമേട്ടേക്ക് തിരിച്ചു. IG വിൽസൺ M പോളിൻ്റെ സഹായത്തോടെ അമൃതരാജ് എന്ന പോലീസുകാരനെ ചോദ്യം ചെയ്തു. അമൃതരാജ് നിരപരാധിയാണെന്നും അമൃതരാജിൻ്റെ ഭാര്യ അമൃതയുടെ സുഹൃത്തായ അനീറ്റയുടെ ഭർത്താവാണ് ജോസഫെന്നും ജോസഫിൻ്റെ ഫോണിലൂടെ ഭാര്യ അനീറ്റ തൻ്റെ സുഹൃത്ത് അമൃതയെ വിളിച്ചിരുന്നതാണെന്നും പോലീസിന് ബോധ്യമായി. അതേ തുടർന്ന് ജോസഫിൻ്റെ പുതിയ എയർടെൽ നമ്പരും പോലീസിന് ലഭിക്കുന്നു. അമൃതയെ ചോദ്യം ചെയ്തപ്പോൾ ജോസഫും അനീറ്റയും കോഴിക്കോട് പുതിയ വീട്ടിലേക്ക് മാറിയെന്നും അനീറ്റ ഗർഭിണിയാണെന്നും പോലീസ് അറിയുന്നു. ജോസഫിൻ്റെ ഫോട്ടോ അമൃത നൽകി. ഫോട്ടോ കണ്ട SP വിജയൻ ഇത് ബാബു എന്ന കള്ളപ്പേരിൽ ചേലമ്പ്ര ബാങ്ക് മോഷ്ടിച്ച ജോസഫ് തന്നെയാണെന്ന് ഉറപ്പിച്ചു. തൊപ്പി വയ്ക്കുന്നത് കഷണ്ടി മറയ്ക്കാനാണെന്ന് മനസ്സിലാക്കി. തുടർന്ന് പോലീസ് ജോസഫിൻ്റെ പുതിയ എയർടെൽ നമ്പറിൻ്റെ കാൾ ലിസ്റ്റുകൾ പരിശോധിച്ചു. ആ കാൾ നമ്പറിൽ നിന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിരിക്കുന്നു. അങ്ങനെ പോലീസ് ആ ഹോസ്പിറ്റലിലേക്കും പോയി അന്വേഷിക്കുന്നു. അവിടെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ ദിവ്യ കൃഷ്ണമൂർത്തിയുടെ രോഗികളുടെ ലിസ്റ്റിൽ അനീറ്റയുടെ പേരും അവളുടെ ഭർത്താവിൻ്റെ പേരായ ജോസഫിൻ്റെ പേരും പോലീസ് കണ്ടു. ആ ദിവസം രാവിലെ തന്നെ അവർ ചെക്കപ്പ് കഴിഞ്ഞ് പോയി എന്നും അടുത്ത ചെക്കപ്പ് ഡേറ്റ് ഫെബ്രുവരി 27-നാണെന്നും ഡോക്ടർ അറിയിച്ചു. പോലീസ് അന്വേഷിച്ച വിവരം രഹസ്യമായി വയ്ക്കാൻ ഡോക്ടറോട് നിർദ്ദേശിച്ചു. അതിനുശേഷം പോലീസ് സംഘം ഫെബ്രുവരി 27-നായി കാത്തിരുന്നു. SP വിജയൻ തൻ്റെ അന്വേഷണ സംഘത്തിൽ അമൃതരാജ് എന്ന പോലീസുകാരനെയും ഉൾപ്പെടുത്തി 3 ടീമുകൾ ഉണ്ടാക്കി. ടീം 1-ൽ മോഹനചന്ദ്രൻ, വിക്രമൻ, സത്യൻ, ശശി, അമൃതരാജ് എന്നിവർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിലയുറപ്പിക്കും. അമൃതരാജ് ഭാര്യയുടെ സുഹൃത്തായ അനീറ്റയുടെ ഭർത്താവിനെ കണ്ടിട്ടുള്ളതിനാൽ അമൃതരാജ് ജോസഫിനെ തിരിച്ചറിയും. രണ്ടാമത്തെ ടീമിൽ ശിവരാമൻ, പ്രമോദ് എന്നിവർ കോട്ടുള്ളി പൈപ്പ് ലൈൻ റോഡിൽ ജോസഫും ഭാര്യയും താമസിക്കുന്ന വീട് നിരീക്ഷിക്കും. മൂന്നാമത്തെ ടീമിലെ അസൈനാർ, മുരളി, കുമാരൻകുട്ടി എന്നിവർ കനകേശ്വരിയുടെ വീട് നിരീക്ഷിക്കും. ഫെബ്രുവരി 27-ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അടുത്ത ചെക്കപ്പിനായി വരുമ്പോൾ അവിടെ വച്ച് ജോസഫിനെ പിടിക്കുക എന്നതായിരുന്നു പദ്ധതി. ഒരുപക്ഷെ ജോസഫ് കുതറിയോടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ
വെടിവെക്കേണ്ട സാഹചര്യം വന്നാൽ മുട്ടിന് താഴെ പരിക്കേൽപ്പിക്കാൻ മാത്രം വെടിവെക്കണമെന്ന് SP വിജയൻ നിർദ്ദേശിച്ചു. ഫെബ്രുവരി 27 രാവിലെ 10 മണിക്കാണ് ജോസഫിന്റെ ഭാര്യ അനീറ്റയ്ക്ക് ഡോക്ടർ അപ്പോയിന്റ്മെന്റ് നൽകിയിരിക്കുന്നതെന്ന് പോലീസ് മനസ്സിലാക്കി. അങ്ങനെ തലേദിവസം രാത്രി തന്നെ നിശ്ചയിച്ച പോലീസ് ടീം അംഗങ്ങൾ കോഴിക്കോടെത്തി ഹോട്ടലിൽ തങ്ങിയ ശേഷം പിറ്റേ ദിവസം രാവിലെ 7 മണി മുതൽ ഹോസ്പിറ്റൽ പരിസരത്തും നിശ്ചയിച്ച സ്ഥലങ്ങളിലും മഫ്തിയിൽ നിരീക്ഷണം തുടങ്ങി. അങ്ങനെ ഫെബ്രുവരി 27 പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജോസഫ് ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് എത്തുന്നു. അമൃതരാജ് ജോസഫിനെ തിരിച്ചറിയുന്നു. ഉടനെ തന്നെ വിക്രമനും മോഹനചന്ദ്രനും സത്യനും ചേർന്ന് ജോസഫിനെ പിന്തുടരുകയും ജോസഫിൻ്റെ തോളിൽ കൈവച്ച് അപ്പോൾ ബാബു നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ജോസഫ് ബാബു എന്ന പേര് ആ കവർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന പേരായിരുന്നു. അത് പോലീസാണെന്ന് അപ്പോൾ തന്നെ ജോസഫിന് ബോധ്യമായി. പിന്നെ അധികം ബലപ്രയോഗത്തിനൊന്നും നിൽക്കാതെ ജോസഫ് പോലീസിന് കീഴടങ്ങി. തുടർന്ന് ഷിബുവിനെയും രാധാകൃഷ്ണനെയും കനകേശ്വരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഇവരുടെ വീടുകളിൽ നിന്ന് 60 കിലോ സ്വർണവും കണ്ടെടുത്തു. SP വിജയൻ ജോസഫിനെ ചോദ്യം ചെയ്തപ്പോൾ ധൂം സിനിമയിൽ നിന്നാണ് മോഷണത്തിന് പ്രചോദനം ലഭിച്ചതെന്ന് ജോസഫ് പറഞ്ഞു. തുടർന്ന് തെളിവെടുപ്പിൻ്റെ ഭാഗമായി ഹൈദരാബാദിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും പോയി പോലീസ് ബാക്കി തെളിവുകളും തൊണ്ടി മുതലും കണ്ടെടുത്തു. മാത്രമല്ല ആ പണം കൊണ്ട് വാങ്ങിയ സർവ്വതും പോലീസ് കണ്ടുകെട്ടി. അങ്ങനെ ബാങ്കിന് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ മൂല്യം തിരിച്ചു കിട്ടി. വിചാരണ തടവുകാരായി ആ 4 പേരും ജയിലിൽ 5 വർഷത്തിലേറെ കഴിയുകയായിരുന്നു. അങ്ങനെയിരിക്കെ 2013 മാർച്ച് 23 മഞ്ചേരി സെഷൻ കോടതി വിധി പറഞ്ഞു. സൈനുദ്ദീൻ കവർച്ചയുടെ പ്ലാൻ ചെയ്യാൻ ഒപ്പമുണ്ടായിരുന്നുവെങ്കിലും കവർച്ചയിൽ പങ്കെടുക്കാത്തതിനാൽ സൈനുദ്ദീനെ കോടതി വെറുതെ വിട്ടു. ബാക്കിയുള്ള ജോസഫിനും ഷിബുവിനും രാധാകൃഷ്ണനും 10 വർഷം വരെ തടവും 20,000 രൂപ പിഴയും വിധിച്ചു. കനകേശ്വരിക്ക് 5 വർഷം തടവും പിഴയുമായിരുന്നു. വിചാരണ തടവുകാരിയായി 5 വർഷം ജയിലിൽ കിടന്നിരുന്നതിനാൽ പിഴ അടച്ച് കനകേശ്വരി ജയിൽ മോചിതയായി. 2014 ഹൈക്കോടതി ജോസഫ്, ഷിബു, രാധാകൃഷ്ണൻ എന്നിവർക്ക് ജാമ്യം അനുവദിച്ചു. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ SP വിജയൻ സാറിനെ പോയി കാണണം എന്ന് ജോസഫ് ജയിലറോട് പറഞ്ഞിരുന്നു. പുറത്തിറങ്ങിയ അവർ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇതായിരുന്നു കേരളത്തെ ഒന്നാകെ നടുക്കിയ ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കവർച്ചകളിലൊന്നായ ചേലമ്പ്ര ബാങ്ക് കവർച്ചയുടെ യഥാർത്ഥ കഥ. സിനിമയെ വെല്ലുന്ന ആസൂത്രണവുമായി ജോസഫ് എന്ന ബാബുവും സംഘവും പോലീസിനെ വട്ടം കറക്കിയപ്പോൾ അതിനേക്കാൾ മികച്ച കൂർമ്മ ബുദ്ധിയോടെയാണ് SP വിജയൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള പോലീസ് ആ വെല്ലുവിളിയെ നേരിട്ടത്. ധൂം സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നടത്തിയ കവർച്ച ഒടുവിൽ ഒരു മൊബൈൽ ടവർ ലൊക്കേഷനിലും ചെറിയൊരു അശ്രദ്ധയിലും തട്ടി തകരുകയായിരുന്നു. ഒരു കുറ്റകൃത്യം എത്ര തന്നെ പഴുതടച്ച് ആസൂത്രണം ചെയ്താലും സത്യത്തിന് മുന്നിൽ അത് പരാജയപ്പെടും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. സാങ്കേതികവിദ്യയും പോലീസിൻ്റെ അന്വേഷണ മികവും ഒന്നിച്ചപ്പോൾ തെളിഞ്ഞത് കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മിസ്റ്ററികളിൽ ഒന്നാണ്. ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കൾക്കായി ഇത് ഷെയർ ചെയ്ത് നൽകുക. ചരിത്രത്തിലെ ഇത്തരം യഥാർത്ഥ അപൂർവ സംഭവങ്ങളും കുറ്റാന്വേഷണ കഥകളും ഇനിയും അറിയുവാൻ ടെല്ലിംഗ് ഹിസ്റ്ററി എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. മറ്റൊരു മികച്ച വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.